ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഒരു ചെറുപ്പക്കാരൻ കുതിരപ്പുറത്ത് പോവുകയായിരുന്നു, വാളും ഒക്കെ ധരിച്ചിട്ടാണ്. അവൻ്റെ കയ്യിലെ വാള് എങ്ങനെയോ നിലത്ത് വീണു. അതെടുക്കാനായിട്ട് കുതിരപ്പുറത്ത് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടത് വേറൊരു കാഴ്ചയാണ്. ഒരു വാളിന് കുറുകയായിട്ടാണ് ഇയാളുടെ കയ്യിലെ വാള് വീണത്. രണ്ടും കൂടി നോക്കിയപ്പോൾ കുരിശിൻ്റെ ആകൃതി. ഇയാളുടെ വാള് വീണത് വേറൊരു വാളിൻ്റെ മുകളിലാണ്. അതെടുക്കാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കുരിശാകൃതി, രണ്ട് വാളുകളും ചേർന്ന് കുരിശൻ്റെ രൂപം. അത് ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി. അതൊരു നിമിത്തമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇറ്റലിയിലെ പാതുവായിലെ സർവകലാശാലയിൽ നിയമവും ദൈവശാസ്ത്രവും പഠിക്കുന്ന കാലയളവിലാണ് ഇത് സംഭവിച്ചത്. ആ ചെറുപ്പക്കാരൻ വൈദികനാകാൻ തീരുമാനിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്, വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. സാവോ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള 67 അച്ഛന്മാർക്ക് ഒരു കോൺഫറൻസ്, 2 കോൺഫറൻസ് ഞാൻ നടത്തിയിട്ടുണ്ട് 2007. ആ സാവോ എന്ന സ്ഥലത്ത് ഈ ഫ്രാൻസിസ് സാലസ് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ മകന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു. 1, അഭിഭാഷകനായുള്ള ജോലി. 2, സെനറ്റർ പദവി. 3, മകൻ്റെ ഭാര്യയാകാൻ പ്രഭു കുടുംബത്തിലെ സുന്ദരി. എന്നാൽ മകൻ ഈ 3 സംഗതികളും വേണ്ടെന്ന് വെച്ചു. പുരോഹിതനാകാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നല്ലോ. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, ഞാൻ വൈദികനാകാൻ തീരുമാനിച്ചു. അപ്പൻ ഇടഞ്ഞു. പിന്നീട് ജനീവയിലെ മെത്രൻ ഇടപെട്ടാണ് കാര്യങ്ങൾ ശാന്തമാക്കിയത്. 1593 ഫ്രാൻസിസ് സാലസ് വൈദിക പട്ടം സ്വീകരിച്ചു. പ്രോട്ടസ്റ്റന്റ് സഭ പാരീസിലാകെ പടർന്നു പിടിക്കാൻ തുടങ്ങിയ കാലം. ഫ്രാൻസിസിന്റെ ശ്രദ്ധ മുഴുവൻ അതിനെ പ്രതിരോധിക്കാനായിരുന്നു. എന്നാൽ പ്രോട്ടസ്റ്റന്റുകാർ പലപ്പോഴും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. 1599 ജനീവയുടെ സഹായമെത്രാനായി അദ്ദേഹം അഭിഷേകം ചെയ്യപ്പെട്ടു. 1602 ജനീവയുടെ മെത്രാനായി. രൂപതയിൽ മുഴുവൻ കത്തോലിക്ക വിശ്വാസം പ്രഘോഷിക്കാനുള്ള നടപടികൾ മെത്രാൻ കൈക്കൊണ്ടു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ യൂറോപ്പ് മുഴുവൻ പ്രസിദ്ധമായി. സ്നേഹത്തോടെ പ്രസംഗിക്കുന്നവൻ ഫലപ്രദമായി പ്രസംഗിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സൂത്രവാക്യം. അങ്ങനെ ഈ പ്രോട്ടസ്റ്റന്റ് സഭയെ പ്രതിരോധിക്കുന്നതിലും കത്തോലിക്ക സഭയുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിലും വർണ്ണിക്കാനാവാത്ത വിധം അത്ര വലിയ സംഭാവന നൽകിയ ഒരാളാണ് ഈ വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കോൺഗ്രിഗേഷനാണ് MSFS, മിഷണറീസ് ഓഫ് ഫ്രാൻസിസ് സാലസ്. സലേഷ്യൻ മിഷണറീസ് ആണെന്ന് അതിൻ്റെ മുഴുവൻ അർത്ഥം. സലേഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോൺ ബോസ്കോയുടെ ആളുകളല്ലായിരുന്നു പണ്ട്, ഈ ഫ്രാൻസിസ് സാലസിൻ്റെ കോൺഗ്രിഗേഷനായിരുന്നു. ഞാൻ ഈ MSFS എന്ന് പറഞ്ഞ കോൺഗ്രിഗേഷൻ്റെ അവരുടെ സ്ഥാപനങ്ങളിൽ ഞാൻ വളരെയധികം വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അവരിലെ 2 അച്ഛന്മാരും ഞാനും ചേർന്നിട്ട് ഒരു തിയോളജിയേറ്റ് ബാംഗ്ലൂർ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറേ വർഷങ്ങൾ ഞാൻ അവിടെ പഠിപ്പിച്ചിരുന്നു. വളരെയധികം, അതായത് വൈശാഖ് പ്രദേശത്തൊക്കെ നമ്മുടെ ആന്ധ്ര തെലങ്കാന പ്രദേശം അവിടെ തൊട്ട് വിശാഖപട്ടണം വരെയുള്ള പ്രദേശം മുഴുവൻ സുവിശേഷവൽക്കരിച്ചത്, ഈ ക്രിസ്തുധർമ്മം പ്രചരിപ്പിച്ചത് ഈ കോൺഗ്രിഗേഷനാണ്. വളരെയധികം നന്മ ചെയ്യുന്ന ഒരു കോൺഗ്രിഗേഷനാണ്. അപ്പോൾ ഈ ഫ്രാൻസിസ് സാലസിൻ്റെ ആ ചൈതന്യം ഈ കത്തോലിക്ക സഭയെ മൊത്തം വിഴുങ്ങിക്കളയുമെന്ന മട്ടിലായിരുന്നു അന്ന് പ്രോട്ടസ്റ്റന്റ് സഭ. പക്ഷെ വിഴുങ്ങിക്കളഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പോൾ പ്രോട്ടസ്റ്റന്റുകാരല്ലേ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് കത്തോലിക്ക സഭയിലേക്ക്. നമ്മുടെ നാട്ടിൽ മറിച്ചാണ് പ്രചരിപ്പിക്കണേ. മാത്യു സാമൂലും കൂട്ടരൊക്കെ മറിച്ചാണ് പ്രചരിപ്പിക്കണേ. അതൊരു അജണ്ടയുടെ ഭാഗമാണ്. മാർപ്പാപ്പയെ മോശമായി ചിത്രീകരിക്കുക, എല്ലാവരും പെന്തക്കോസ്തലിൽ പോകണമെന്ന് പറഞ്ഞ് ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ട് കേരളത്തിലും ഇന്ത്യയിലും. അത് മുതലെടുക്കാനുള്ള ഒരു ശ്രമം മാത്രം. അതൊന്നും വിജയിക്കില്ല. വിജയിക്കാത്തതിന് കാരണം ഈ കത്തോലിക്ക സഭ ഫൗണ്ട് ചെയ്തത്, അത് സ്ഥാപിച്ചത് ഈശോ മിശിഹായാണ്. പ്രോട്ടസ്റ്റന്റ് സഭ സ്ഥാപിച്ചത് ഒരു മാർട്ടിൻ ലൂതറാണ് 16-ാം നൂറ്റാണ്ടിൽ. പിന്നെ ഈ പെന്തക്കോസ്തകാരെ യഹോവ സാക്ഷികളൊക്കെ ഉണ്ടായത് കുറേ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. 100 കൊല്ലം പോലും ആയിട്ടില്ല. അപ്പോൾ അതെല്ലാം മാനുഷിക സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ കത്തോലിക്ക സഭ വിഴുങ്ങുന്നതൊക്കെ വിചാരിക്കും അതെല്ലാം മനുഷ്യന് തുടങ്ങിയതാണ്. ഈ കത്തോലിക്ക സഭ തുടങ്ങിയതോ ദൈവം മനുഷ്യനായി വന്ന ആളെ തുടങ്ങിയതാണ്. അവനോട് ഇല്ലേ മറുതലിച്ച് ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ഈ മാത്യു സമൂഹലോ മറ്റാരെങ്കിലൊക്കെ വിചാരിക്കുന്നത് എത്രയോ വലിയ മണ്ടത്തരമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഫ്രാൻസിസ് സാലസ് എന്ന് പറഞ്ഞ മെത്രാൻ്റെ ചൈതന്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അത് ഫ്രാൻസിസ് സാലസിൻ്റെ കോൺഗ്രിഗേഷൻ MSFകാർക്ക് ഉണ്ടാകണം, നമുക്കുണ്ടാകണം. എന്താണത്? ഈ സഭയ്ക്കെതിരെ ഒരുപാട് ശത്രുക്കൾ അകത്തും പുറത്തും ഉണ്ടാകും. അതിനെ ശക്തമായിട്ട് എതിർക്കുക, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലും ഈ വചന പ്രഘോഷണവും.
അച്ഛൻ എന്താ പണിയെന്നാണ് ചോദിക്കുന്നത്. ഇതല്ലാതെ വേറെ പണിയില്ല. ഇതാണ് എൻ്റെ പണി. വചനപ്രഘോഷണത്തിന് വേണ്ടിയാണ് എനിക്ക് പട്ടം കിട്ടിയത് തന്നെ. വചനപ്രഘോഷണത്തിന് വേണ്ടിയാണ് എനിക്ക് പട്ടം കിട്ടിയത് തന്നെ. ഞാനത് ചെയ്യുന്നു. എല്ലാ തരത്തിലും ഞാൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നാം വിശുദ്ധിയുടെ പാതയിലാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയിലാണ്. അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.